സഞ്ജു എന്ത് എന്താടാ നോക്കണേ? ഞാൻ ഈ ക്ഷീര കർഷക ലോൺ എടുത്ത് തപ്പുമായിരുന്നു ചേച്ചി. എന്തിനാ നീ ഇപ്പൊ ലോണൊക്കെ നോക്കണേ? എനിക്കൊരു പശുവിന്റെ ഫാം തുടങ്ങാൻ. പശുഫാമാ? എന്തിന്? എനിക്ക് വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പൊ ഓർത്ത് ചുമ്മാ. PSC ഒക്കെയോ? PSC ഒക്കെ സൈഡിൽ കൂടെ വെക്കോളും, കുഴപ്പമില്ല. അല്ലെങ്കിൽ നീ അടിപൊളിയാന്ന് എനിക്കറിയാം. നീ പൊളിയാടാ, നീ പൊളിയാണ്. നിനക്ക് കുറെ മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പറ്റും. എനിക്ക് ഒരു സഹായം വേണമായിരുന്നോടാ. എന്ത് സഹായം? അതെ, ഞാനന്ന് കൃഷ്ണ പാറ്റനായിട്ട് പേടിക്കുന്ന ഒരു വീഡിയോയില്ലേ, അത് ഞാൻ യൂട്യൂബിൽ ഇട്ടടാ. അതിന് വ്യൂസ് ഒന്നും കിട്ടി കാണത്തില്ല. അല്ലടാ, ഭയങ്കര വ്യൂസ് ആയിരുന്നു. സബ്സ്ക്രൈബേഴ്സ് കയറി, ഫോളോവേഴ്സ് കയറിയിട്ടപ്പോ പൊളിയായിരുന്നു. അപ്പൊ ഒരുപാട് ക്യാഷും കിട്ടി കാണും അല്ലേ? എടാ, ഒറ്റ വീഡിയോനൊന്നും പൈസ അങ്ങനെ കിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും പൈസ കിട്ടും. അപ്പൊ നീ എന്നെ ഒന്ന് സഹായിക്കോ വീഡിയോ ചെയ്യാൻ? ഞാനാ ചേച്ചി അവളുടെ പുറകെ നടക്കുന്ന ഒരു ക്യാമറ അവളെ നേരൊക്കെ ചെയ്തോളും. എടാ, അവള് സമ്മതിക്കണല്ലടാ, നീ വാ. ഞാൻ അങ്ങനെ സഹായിക്കാൻ? അതായത് നീ ഒരു പാമ്പിനെ കണ്ട് പേടിക്കുന്നതായിട്ട് അഭിനയിച്ചാൽ മതി. ഞാൻ വീഡിയോ എടുത്ത് വൈറലാക്കിക്കോളാം. ഞാൻ ഇനി പാമ്പിനെ കൂടെ പിടിക്കാൻ പോണ. എടാ, നീ പിടിക്കണ്ട, അഭിനയിച്ചാ മാത്രം മതി. പൈസ കിട്ടുന്ന വല്ല കേസാണ് ഞാൻ സഹായിക്കാം. ആ, പൈസ കിട്ടും. പൈസ മൊത്തം നീ എടുത്തോ, എനിക്ക് തരണ്ട. എനിക്ക് വ്യൂസ് കിട്ടിയാൽ മതി. എങ്കിവാ, എനിക്ക് തകർത്ത് അഭിനയിക്കണം. പക്ഷെ എനിക്ക് പക്ഷെ നിലവിലേക്ക് ഉണ്ട്. വീഡിയോ എടുത്ത് കൊളവാക്കരുത്. നിനക്ക് എന്തോ നിലവില? എന്ത്? അല്ല, നിനക്ക് നല്ല നിലവിലൊക്കെ ഉണ്ട്. നമുക്ക് തകർത്ത് അഭിനയിക്കണ്ട. വാടാ ആണ് മറ്റേ പാമ്പിനെ തന്നെ കണ്ട് പഠിക്കണം. പിന്നെ വാ. ആ, നല്ല പോലെ തുറക്ക്. ഇത് കുറച്ച് കേടുണ്ട് കേട്ടാ. ഉണ്ട്, നല്ല വൃത്തി പല്ലേക്കണം. എന്തോ അടി ചെറുക്കൻ്റെ വായിലെ പല്ല് പറിക്കണോ? ആ, അവന് പല്ലുവേദന. അതെങ്ങനെയാ? ഏതുവരെ മുട്ടായി തീറ്റയല്ലേ? അപ്പൊ അച്ഛമ്മയുടെ പല്ലും മുട്ടായി തീറ്റ കാരനാണോ കേടുവന്നത്? എന്റെ പല്ലിന് ഒരു കേടും ഇല്ലടാ, പുഴുപ്പല്ല. ഓ ഓ എന്തിനാ അമ്മേ മോനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നാ നിന്നോട് പറയാടി. ആ, എന്നാ ഇങ്ങോട്ട് പറയാമോ. ഡേ, നീ എന്തിനാടി ആ കൂടോത്ര ഗീതയ്ക്ക് കോഴിയെ കൊടുക്കാന്ന് പറഞ്ഞത്? അത് അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ വളർത്താൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഗീതൊക്കെ കൊടുക്കാം. അങ്ങനെ നീ വിചാരിക്കൊന്നും വേണ്ട. ആ കോഴി ഇവിടെ വളരണ്ട, ഞാൻ ഇവിടെ അതിനെ വളർത്തും. നീ പോയി കോഴിയെ മേടിച്ചോട്ട് പാടി. അമ്മേ, നമുക്ക് തലക്ക് വല്ല ഓളം ഉണ്ടാ? അല്ല, അമ്മ ഒരിക്കൽ പറഞ്ഞു ഇവിടെ വളർത്താൻ പറ്റത്തില്ലാന്ന്. ഇപ്പൊ പറയുന്നത് ഇവിടെ വളർത്തണമെന്ന്. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കിപ്പൊ തലക്കോളം ഇല്ല, പക്ഷെ കോഴിയെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ തലക്കോളം വരും. ആ, അങ്ങനെ അച്ഛമ്മയുടെ തലയിൽ ഒരു നെല്ലിക്കത്താളം വെക്കേണ്ടി വരും. അത് നിന്റെ തലയിൽ ഞാൻ അങ്ങോട്ട് നെല്ലിക്കത്തളം അങ്ങ് വെച്ച് തരും. അല്ല, അത് മോൻ പറഞ്ഞത് ശരിയാ അമ്മേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ തലയിൽ നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും. നിന്റെ അണ്ണാക്കിലാ നെല്ലിക്കത്തളം വെക്കേണ്ടത്. നീ എപ്പോഴാ കോഴിയെ വാങ്ങാൻ പോകുന്നു? കോഴിയെ ഞാൻ മേടിക്കാൻ പോകും. പക്ഷെ മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല. നേരെ പോയിട്ട് ഗീതൊക്കെ കൊടുത്തിട്ടാ തിരിച്ചു വരുള്ളൂ. കോഴിയെ കൊണ്ടുവരാതെ ഈ വീടിന്റെ പടിക്കകത്ത് ഞാൻ നിന്നെ കാല് കുത്തിക്കില്ല. കാല് കുത്തുന്നില്ല, ഞാൻ കൈ കുത്തി നടന്നോളാം. അവയ്ക്ക് കയ്യൊത്തി എടുക്കാറിയാ? പോടാ, നീ കൈ കുത്തുവോ കാല് കുത്തോ തലയും കുത്തോ എന്താണേലും എന്റെ കോഴിയെ കൊണ്ട് വന്നോണം. അമ്മ, കിട്ടുന്ന പൂവൻ കോഴി വെച്ചാലേ നമുക്ക് നല്ല പൊന്നു പോലെ വളർത്താട്ടോ. അതിനാടോ പൂവൻ കോഴി വെച്ചാൽ കാലൊക്കെ ഫ്രൈ അടിച്ചിട്ട് വെറുതെ അല്ല നിന്റെ പല്ലുവേദന എടുത്തോണ്ടിരിക്കുന്നേ. ഞാൻ പോയി. ആവോ.